10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചതുരത്തിൻ്റെ തുല്യ ചുറ്റളവുള്ള മറ്റൊരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ വീതി എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ തുല്യ ചുറ്റളവുള്ള മറ്റൊരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ വീതി എത്രയായിരിക്കും? നമുക്ക് ഒരു സമചതുരവും ഒരു ചതുരവും അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. 8 സെൻറ്റിമീറ്ററാണ് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. അപ്പം നമുക്ക് സമചതുരത്തിൻ്റെ നീളം ലെങ്ത് 4 സൈഡിലും 8 അടയാളപ്പെടുത്താം. ചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നീളം ലെങ്ത് 10 സെൻറ്റിമീറ്റർ, താഴെയും 10 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ വശം കിട്ടണം, അതാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരത്തിൻ്റെ വീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് തന്നെയാണ് ഈ ചതുരത്തിനെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് 32 തന്നെയാണ്. ഇതിന് 32 ആണെങ്കിൽ ഇതിൻ്റെയും 32 ആണ്. 32 ചുറ്റളവുള്ള ചതുരത്തിന് 10 ലെങ്ത് 10ഉം താഴെയും ലെങ്ത് 10 ആണെങ്കിൽ 10ഉം 10ഉം 20. 32-ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ ബാക്കി 12 അല്ലേ? 12. ഈ 12 രണ്ട് സൈഡിലേക്കും വീതിയായിട്ട് പോണത്. അപ്പോൾ എത്ര വീതം വരും? 12നെ 2 സ്പ്ലിറ്റ് ചെയ്താൽ 6 വീതം വരും. അപ്പോൾ വീതി സമം 6 എന്നാണ് ആൻസർ. ഓക്കെ. എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 27 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ത്? എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 27 സെൻറ്റിമീറ്റർ. 20 ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് പെരിമീറ്റർ. അപ്പോൾ 27 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ വശവും തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എത്ര വീതം വരും? ഓരോ വശവും 9 വീതം വരും അല്ലേ? 9 3 9 27. ഓക്കെ. അതിന് 3 സൈഡിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ 9 ആണ്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം സമം 9. ഓക്കെ. 4-ാം ക്ലാസ്സിലെ ചതുരാകൃതിയായ പച്ചക്കറിത്തോട്ടത്തിന് 8 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുണ്ട്. 5-ാം ക്ലാസ്സിലെ പച്ചക്കറിത്തോട്ടം 7 മീറ്റർ വശമുള്ള സമചതുരമാണ്. ഏതു ക്ലാസ്സിൻ്റെ തോട്ടത്തിനാണ് ചുറ്റളവ് കൂടുതൽ? നമുക്ക് നോക്കാം. 4-ാം ക്ലാസ്സിലെ പച്ചക്കറിത്തോട്ടത്തിന് 8 മീറ്റർ നീളവും വീതി 6 മീറ്ററുമാണ്. ഇവിടെയും 8, ഇവിടെയും 6. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 8 8 16, 16 6 22, 22 6 28. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 5-ാം ക്ലാസ്സിൻ്റെ 7 മീറ്റർ വശമുള്ള ഒരു സമചതുരമാണ്. അപ്പോൾ എല്ലാ സൈഡിലും 7 അല്ലേ? അതിൻ്റെ ചുറ്റളവും എത്രയായിരിക്കും? 7 4 28. അപ്പോൾ ഏത് ക്ലാസ്സിൻ്റെ തോട്ടത്തിനാണ് ചുറ്റളവ് കൂടുതൽ? 2 ക്ലാസ്സിൻ്റെയും ചുറ്റളവ് തുല്യമാണ് അല്ലേ? ഈ 2 തോട്ടങ്ങളുടെയും കൂടി ആകെ ചുറ്റളവ് എത്ര? 28 + 28 സമം 56. ഓക്കെ. ഈ തോട്ടങ്ങൾക്ക് ചുറ്റും കമ്പിവേലി കെട്ടണം. 1 മീറ്റർ നീളത്തിൽ കമ്പിവേലി കെട്ടാൻ 20 രൂപ ചിലവാകും. 2 തോട്ടത്തിന് ചുറ്റും ഒരു വരി കമ്പിവേലി കെട്ടാൻ എത്ര രൂപ ചിലവാകും? ഇവിടെ 28 മീറ്റർ ഉണ്ട്, ഇവിടെ 28 മീറ്റർ ഉണ്ട്. ആകെ 56 മീറ്റർ നമുക്ക് തോട്ടമുണ്ട് അല്ലേ? രണ്ടിനും കൂടി. ഇതിൻ്റെ രണ്ടിനും കൂടി ചുറ്റും വേലി കെട്ടാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് 1 മീറ്ററിന് ചിലവാകുന്നത്. അപ്പം നമുക്ക് 56 മീറ്ററിന് എത്ര രൂപ ചിലവാകും? 56 × 20. ഓക്കെ. 56നെ 20 കൊണ്ട് ഗുണിക്കുക. 6 0 0, 5 0 0, 6 2 12, ശിഷ്ടം 1, 5 2 10 1, 11. എത്ര രൂപ ചിലവാകും? 0 2 1 1 അല്ലേ? 1120 രൂപയാണ് കമ്പിവേലി കെട്ടാൻ ചിലവാകുന്നത്. ഓക്കെ. ചുവടെ നൽകിയതിൽ ചതുരത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏതാണ്? 4 വശങ്ങളുണ്ട്, എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. 4 മൂലകളുണ്ട്, 3 വശങ്ങളും തുല്യമാണ്. 3 വശങ്ങളും തുല്യമാണ് എന്നുള്ളത് തെറ്റാണ്. 2 വശങ്ങളാണ് തുല്യമായിട്ടുള്ളൂ. ഓക്കെ.
64 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിനെ 4 തുല്യ ഭാഗമാക്കിയാൽ കിട്ടുന്ന സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാവും? സമചതുരത്തിൻ്റെ പ്രത്യേകത എന്ത്? ചുറ്റളവ് എത്ര? ഒരു വശം എത്ര? നമുക്ക് നോക്കാം. ഇതിൻ്റെ ചുറ്റളവ്, ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് 64 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 16 ആയിരിക്കും അല്ലേ? 16 4 സൈഡിലേക്കും വന്നാലാണ് 64 ചുറ്റളവ് വരെയുള്ളൂ. ഓക്കെ, 16 വീതം 4 സൈഡിലും ഉണ്ട്. ഇനി ഒരു സമചതുരത്തിന് ഈ 64 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന് 4 തുല്യ ഭാഗമാക്കുന്നു. അങ്ങനെ ആക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സമചതുരത്തിൻ്റെ ചുറ്റളവ്, ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് ഇതിൻ്റെ പകുതി വെച്ച് മുറിക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ലെങ്ത്ത് 8 മാറി അല്ലേ? 16 എന്നുള്ളത് 8 മാറി. ആ 8 തന്നെയാണ് ഇവിടെയും കിട്ടുക. 8 അത് തന്നെയായിരിക്കും ഇവിടെയും, അത് തന്നെയായിരിക്കും ഈ സൈഡും അല്ലേ? 4 8 കിട്ടുന്നത്. ഒരു ചെറിയ സമചതുരത്തിന് 4 വശവും 8 വീതമാണ്. അപ്പോൾ അതിൻ്റെ കിട്ടുന്ന ചുറ്റളവ് എത്രയായിരിക്കും? 4 8 32. ഓക്കെ, ഒരു വശം സമം 8. ഓക്കെ, പിന്നെ സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശവും തുല്യമായിരിക്കും.